ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടുന്നത്. കുഞ്ഞിൻ്റെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഞാൻ ഇടാറുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സും എല്ലാവരൊക്കെ പറഞ്ഞ് ഇങ്ങനെ എന്തെങ്കിലും കുക്ക് ചെയ്യുന്നത് അങ്ങനത്തെ വീഡിയോസൊക്കെ എടുത്തിട്ടാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഒരു ബീട്രൂട്ട് തോരൻ വെക്കുന്നത് അങ്ങനെയുള്ളൊരു ചെറിയ വീഡിയോ എടുത്ത് ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ എന്തെങ്കിലും ഞാൻ ഇടുന്നതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ അത് പറഞ്ഞു തരുന്നതനുസരിച്ച് മുമ്പോട്ട് എനിക്ക് പോകാനും താല്പര്യമാണ്. പിന്നെ അപ്പോൾ എൻ്റെ ഇന്നത്തെ ബീട്രൂട്ട് തോരനിലോട്ട് നമുക്ക് പോകാം. അത് ഞാൻ സ്റ്റൗ കത്തിക്കട്ടെ. സ്റ്റൗ കത്തിച്ച് സ്റ്റൗ ചൂടാകണേ. സ്റ്റൗ ചൂടാകുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ സ്റ്റൗ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. പാത്രം ചൂടാകാൻ സ്റ്റൗവേ വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് കൊടുക്കാം. ചൂടായി വരുമ്പോഴത്തേക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് ഞാൻ എല്ലാം കൂടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചേക്കാം. അതായത് ബീട്രൂട്ട്, തേങ്ങ, സവോള, പച്ചമുളക് ഇത്ര അരിഞ്ഞ് വെച്ചേക്കുക. അപ്പോൾ ഇതിനകത്തോട്ട് ഇട്ടാം, ഒരുമിച്ചങ്ങ് ഇടാൻ. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണേ. ഞാൻ എല്ലാം കൂടെ ഒന്ന് ഇളക്കി ആ എണ്ണ എല്ലാത്തേലും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അരിഞ്ഞ് വെച്ചിട്ട് കുറേ നേരം ആയായിരുന്നേ. വേറെ ചില പണി ഉണ്ടായിരുന്നതുകൊണ്ട് അങ്ങനെ അതിനൊക്കെ പോയി. കറിവേപ്പില ഇടുന്നവരുണ്ട്. കറിവേപ്പില ഇടാൻ എനിക്ക് കറിവേപ്പില ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കറിവേപ്പില ഇടാതെ പറഞ്ഞാണ്. ഇതിനത് മൂടി വെക്കാമേ. ആവിയിൽ 20 മിനിറ്റ് നേരം വേഗത്തെ. അപ്പം ഇതെൻ്റെ മോനാണ് കാശിക്കുട്ടൻ. ഹായ് പറഞ്ഞല്ലേ? ഹായ് പറഞ്ഞു. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പറഞ്ഞു സബ്സ്ക്രൈബ് ചെയ്യണം. ഇവനുള്ളത് കൊണ്ട് എനിക്ക് വീഡിയോസൊന്നും കൂടുതലൊന്നും എനിക്ക് എടുത്തിടാൻ പറ്റത്തില്ല. കാരണം എപ്പോഴും ഇവൻ്റെ പുറകെ ഒരാൾ ശ്രദ്ധിച്ച് ഇങ്ങനെ നടക്കണം. അതുകൊണ്ട് എനിക്കങ്ങനെ വീഡിയോസൊന്നും ഇടാൻ പറ്റത്തില്ലായിരുന്നു. കുഞ്ഞിൻ്റെ ചെറിയ ചെറിയ വീഡിയോസ് എടുത്ത് ഞാൻ എഡിറ്റ് ചെയ്ത് ഇടാറുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഒരുപാട് വ്യൂസ് ഉണ്ട്. പക്ഷെ എനിക്ക് ആരും കമൻറ്റ്, എൻ്റെ ഫ്രണ്ട്സ് 2-3 പേരൊക്കെ കമൻറ്റ് ചെയ്യുന്നുള്ളായിരുന്നു. അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇട്, അപ്പം കമൻറ്റൊക്കെ വരുമെന്നൊക്കെ പറഞ്ഞു. നോക്കാം.
ചിക്കൻ കറി വെക്കുന്നത് അങ്ങനെയൊന്നുമില്ല. ഞാനിന്ന് ചിക്കൻ കറി വെച്ചായിരുന്നു, പക്ഷെ അന്നേരം എനിക്ക് വീഡിയോ എടുത്തു തരാൻ ആരും ഇല്ലായിരുന്നു. അത് ഇച്ചിരി ലോങ് വീഡിയോ അല്ലേ ചിക്കൻ കറി വെക്കുന്നത്. അപ്പോൾ അത് ഹസ്ബൻഡും ആരെങ്കിലും കൂടെ ഉള്ളപ്പോൾ എനിക്ക് എടുത്തു തരണം, അല്ലാതെ എനിക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ചെറിയൊരു വീഡിയോ എന്തെങ്കിലും ഇടണ്ടേ, അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ച്. വെയിറ്റ് ചെയ്യുക തോരൻ എങ്ങനെയുണ്ട്. അപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ആവി കിടക്കുന്ന ചൂടോടെ സ്റ്റൗ ഓഫ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ആദ്യമായിട്ട് കേട്ടോ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ എങ്ങനെയാണ് വീഡിയോ എടുക്കുന്നതെന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ രാവിലെ ചിക്കൻ കറി വെച്ചപ്പോൾ ഒന്ന് ട്രൈ ചെയ്തായിരുന്നു എടുക്കാൻ വേണ്ടിയിട്ട്, പക്ഷെ അന്നേരം എനിക്ക് ഫുള്ളായിട്ട് അത് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ അത് പകുതിയായിട്ട് എങ്ങനെയാണ് നമ്മളൊരു വീഡിയോ ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.